നമസ്കാരം. കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്ന പേരാണ് ജോർജ് സോറോസ്. നെഹ്റു കുടുംബവുമായി അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസിനുള്ള ബന്ധത്തെപ്പറ്റി വൻ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്ന ജോർജ് സോറോസിന് ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലേ തുടങ്ങിയിരുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. ജനാധിപത്യം, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം എന്നിവ വളർത്താൻ 120-ൽ പരം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ജോർജ് സോറോസിന്റെ NGO സംഘടനകൾ അതത് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കാനും ശ്രമിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ഓരോ രാജ്യങ്ങളിലെയും അവർക്ക് ഇഷ്ടമില്ലാത്ത ഭരണാധികാരിയെ താഴെ വീഴ്ത്താൻ വേണ്ടി ജോർജ് സോറോസിന്റെ സംഘടനകൾ ടൂൾ കിറ്റുകൾ തയ്യാറാക്കും. ആ ഭരണാധികാരിയെ വീഴ്ത്തിയാൽ പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള ഒരു പാവ നേതാവിനെ പകരം പ്രതിഷ്ഠിക്കും. അതിനുവേണ്ടി ആ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളെയും സൈനിക പ്രതിനിധികളെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും എല്ലാം അവർ കൂട്ടുപിടിക്കും. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭരണാധികാരി എത്തിയാൽ സോറോസിന്റെ NGO സംഘടനകൾ അവർക്ക് ഇഷ്ടപ്പെട്ട അജണ്ടകൾ നേടിയെടുക്കും. ധാരാളം പണവും വരും. കേട്ടുകേൾവിയില്ലാത്ത പുതിയൊരു തരം ബിസിനസ് അല്ലേ? അങ്ങനെയിരിക്കെ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നരേന്ദ്രമോദി വിമർശിച്ച അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസിനെതിരെ ആഞ്ഞടിച്ചതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയുടെ തോൽവിക്ക് കാരണമായതെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 2023 ജനുവരിയിൽ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അദാനിക്കെതിരെ ഒരു പിടി ആരോപണം ഉയർത്തി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ജോർജ് സോറോസ് മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു പ്രസംഗം നടത്തിയത്. അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ച് കാണിച്ചുവെന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദിയല്ലെന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നും സോറോസ് പ്രസംഗിച്ചിരുന്നു. ഈ പ്രസംഗത്തിനെതിരെ ഇന്ത്യയിൽ ആഞ്ഞടിച്ചത് സ്മൃതി ഇറാനിയാണ്. 2023 ഫെബ്രുവരി 17 സ്മൃതി ഇറാനി ജോർജ് സോറോസിനെതിരെ ആഞ്ഞടിച്ചത്. ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുക എന്ന ദുരുദ്ദേശമാണ് ജോർജ് സോറോസിന് എന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ വിമർശനം. തന്റെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നീങ്ങുന്ന ഒരു സർക്കാരിനെയാണ് ജോർജ് സോറോസ് ഇന്ത്യയിൽ ലക്ഷ്യമിടുന്നതെന്നും മോദി സർക്കാരിൽ നിന്നും അത് ലഭിക്കുമെന്ന് കരുതേണ്ട എന്നും സ്മൃതി ഇറാനി അന്ന് ആഞ്ഞടിച്ചിരുന്നു. ഇതാണ് സ്മൃതി ഇറാനി മത്സരിച്ച UPയിലെ അമേഠിയിൽ സോറോസുമായി ബന്ധപ്പെട്ട NGOകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താൻ കാരണം. മുസ്ലിങ്ങളുടെ വോട്ട് പ്രത്യേക പ്രചരണത്തിലൂടെ അവർ പോക്കറ്റിലാക്കി. കടുത്ത വർഗീയ ധ്രുവീകരണം നടത്തുന്നതിൽ ഈ NGOകൾ വിജയിച്ചിരുന്നു. മറ്റു ചില രഹസ്യ നീക്കങ്ങളിലൂടെ വേറെയും വോട്ടുകൾ അവർ സ്വന്തമാക്കുകയായിരുന്നു. ഇതാണ് സ്മൃതി ഇറാനി തോൽക്കാൻ ഒരു കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിന് സമാനമായ ചില നീക്കങ്ങൾ ഇക്കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചിരുന്നു. ചില NGOകൾ അതീവ രഹസ്യമായി വീടാന്തരം കയറിയിറങ്ങി ന്യൂനപക്ഷ ഭവനങ്ങളിലും പിന്നോക്ക ജാതിക്കാർക്കിടയിലും നടത്തിയ വിദ്വേഷ പ്രചരണം അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഗതി നിർണയിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.